തിരുവനന്തപുരം നെടുമങ്ങാട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പണി തീരാത്ത ഹാളിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹത തള്ളാതെ പോലീസ്. മരിച്ചത് കോളേജ് ഉടമ ആണോ എന്നറിയാൻ DNA ടെസ്റ്റ് നടത്തും. മുഹമ്മദിന്റെ ഫോണും കണ്ണടയും ചെരുപ്പും സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. സ്ഥലത്ത് ഡോസ് കോഡ് പരിശോധന നടത്തുകയാണ്. അഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങളുമായി. അഷിൻ, ഈ കോളേജ് ഉടമ തന്നെയാണോ മരിച്ചത് എന്നതിനുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഇപ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? ആര്യ, നിലവിൽ ഈ മരിച്ചത് കോളേജ് ഉടമ തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാണ്ട് 80% ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ഈ മുഹമ്മദ് അസീസ് താഹ എന്ന ഈ വ്യക്തി, ഈ കോളേജ് ഉടമ, അതായത് നെടുമങ്ങാട് മുല്ലശ്ശേരിക്കടുത്തുള്ള PA അസീസ് കോളേജിന്റെ ഉടമയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്ന് ഏതാണ്ട് നമുക്ക് സ്ഥിരീകരിക്കാനാകും. കാരണം അദ്ദേഹത്തിന്റെ കണ്ണട, ചെരുപ്പ്, മൊബൈൽ എന്നിവ ഈ മൃതദേഹത്തിനോട് സമീപം ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ ലഭിക്കുന്നത് ഈ മരണം അല്ലെങ്കിൽ ഈ ആത്മഹത്യ എന്ന് കരുതപ്പെടുന്ന ഈ മരണം അത് ചിത്രീകരിക്കുന്നതിനായി മൊബൈൽ ഫോൺ ചാരി വെച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ ഏതാണ്ട് ഈ കസാരകൾ, മേശകളൊക്കെ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ കസാരയിൽ ചാരി വെച്ച നിലയിലായിരുന്നു ഈ ഫോൺ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ആത്മഹത്യ അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് 100% ഉറപ്പിലേക്ക് എത്തുന്നു. അതിന്റെ സമീപമായി തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന കണ്ണട ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചെരുപ്പ് ലഭിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ കാറ്. ഇത്രയും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരിച്ചത് ഈ കോളേജിന്റെ ഉടമയായിട്ടുള്ള അസീസ് താഹ, ഈ മുഹമ്മദ് അസീസ് താഹ ആണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ദുരൂഹതകളുണ്ട്. അത് പോലീസ് തള്ളിക്കളയുന്നുമില്ല. കാരണം ഈ ശരീരം മൊത്തത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ്. മുഖവും ഏതാണ്ട് എല്ലിൻ കഷ്ണങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം എല്ലുകൾ പോലും പൊടിയുന്ന രീതിയിലേക്ക്, അത്ര വലിയ രീതിയിലേക്ക് ഇത് കത്തി പടർന്ന അല്ലെങ്കിൽ കത്തി നശിച്ച ഒരു നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നതും. ഈ കാണുന്ന അദ്ദേഹത്തിന്റെ കാറാണ്. അദ്ദേഹം ഇന്നലെ രാത്രി 10:00 ഈ കോളേജിന് മുന്നിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം വയനാട്ടിൽ നിന്നും ഏതാണ്ട് ചില വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. അവരെ വിളിക്കുന്നതിനാണ് താൻ പോകുന്നത് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞതിന് ശേഷമാണ് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇവിടെ ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. മിയ എന്ന പോലീസ് നായയുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കുടുംബ പശ്ചാത്തലം, എന്തെങ്കിലും കടബാധ്യതയുള്ള ആളാണോ? ഈ ആത്മഹത്യ എന്നുള്ള നിലയിലേക്ക് പോലീസ് അത് തള്ളിക്കളയുന്നുണ്ടോ? ആര്യ, നേരത്തെ മന്ത്രി GR അനിൽ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ മുഹമ്മദ് താഹ തനിക്ക് കടബാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് തനിക്കൊന്നും ചെയ്യാനായിരുന്നില്ല. കാരണം വയനാട് തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നാൽ താൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വരാനായിരുന്നില്ല എന്നുള്ളതാണ് മന്ത്രി GR അനിൽ അടക്കം നേരത്തെ ഇവിടെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കടബാധ്യതകളുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇവരിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തെ നിരന്തരം ഇവർ ശല്യം ചെയ്തിരുന്ന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഏതാണ്ട് അപകടത്തിൽപ്പെട്ട രീതിയിലാണുള്ളത്. കാരണം അതിന്റെ ഫ്രണ്ട് സൈഡ് ഭാഗങ്ങളെല്ലാം ഇടിച്ച് ചപ്പിയ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അത് പോലീസ് തള്ളിക്കളയുന്നുമില്ല. ഇത് ആത്മഹത്യ തന്നെയാണോ എന്നുള്ളതാണ് പോലീസ് ആദ്യം പരിശോധിക്കുക. അതിനു മുൻപായി ഇത് മരിച്ചത് ആരാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തും. അതിന് DNA പരിശോധന നടത്തും എന്നതാണ് പോലീസ് പറയുന്നതും. അതിനുശേഷം ഇത് ആത്മഹത്യ തന്നെയാണോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം നേരത്തെ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് നിന്ന് പെട്രോൾ അടക്കം കൊണ്ടുവരാൻ ഉപയോഗിച്ച ക്യാനിന്റെ അടപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ പെട്രോളിന്റെ ഗന്ധവുമുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടിമുടി ദുരൂഹതകൾ അല്ലെങ്കിൽ ആ ഒരു ദുരൂഹതകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പോലീസിന് നീക്കേണ്ടി വരും. നെടുമങ്ങാട് CIയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. അദ്ദേഹം ഇപ്പോഴും ഇവിടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഇതാരാണ് ആദ്യം കണ്ടത്, കണ്ടവരിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നേരത്തെ ഈ ബന്ധുക്കളെ ഇവിടെ വിളിച്ചു വരുത്തിയിരുന്നു. അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും ഇത് മരിച്ചത് ഈ അസീസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണ തോതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മരിച്ചിരിക്കുന്നത് ഈ അസീസ് ആണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത് ആത്മഹത്യയാണ്. കാരണം അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്, കടബാധ്യത ഉണ്ട് എന്ന ഒരു കാര്യം മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തോടും ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചിരുന്നതായും പോലീസ് തന്നെ പറയുന്നു. ഇപ്പോൾ ഈ പോലീസിന്റെ സ്നിഫിംഗ് ഡോഗ് അത് ഈ കെട്ടിടത്തിന് പുറകെ, അതായത് മൃതദേഹം കത്തികരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ആ കെട്ടിടത്തിന് പുറകിലേക്കാണ് ഓടിപ്പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോഴും ഈ മൃതദേഹം കത്തിക്കരിഞ്ഞതിന്റെ രൂക്ഷ ഗന്ധം ഇപ്പോഴുമുണ്ട്. മാത്രമല്ല, ഈ ഒരു
ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു വിജനമായ ഒരു സ്ഥലത്താണ് ഈ വലിയ ഈ കോളേജ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു CCTV ഒന്നും സ്ഥാപിച്ചിട്ടുമില്ല. പെട്ടെന്ന് ഒരാൾക്ക് ഈ പുറത്തുനിന്നുള്ള ഒരാൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴെ ഈ പാർക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിലുള്ള ആ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഈ മിയ എന്ന സ്നിഫിംഗ് ഡോഗ് എത്തിയിട്ടുള്ളത്. അവിടെയാണ് ആ സ്ഥലത്താണ് ഇത്തരത്തിൽ മൃതദേഹം കിടന്നിരുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൂർണ്ണമായി കത്തിക്കരിഞ്ഞു. മുഖം അതുപോലെ തന്നെ ചില എല്ലും ഭാഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ മുഖം തിരിച്ചറിയാൻ ആകാത്ത വിധം അത്രയും കത്തിക്കരിഞ്ഞിരുന്നു. മാത്രമല്ല ഇവിടെ ഒരു ഡംപിംഗ് യാർഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് പേപ്പർ കഷ്ണങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് സാധനങ്ങളുണ്ട്, ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടറുകളുണ്ട്, ടയറുകളുണ്ട്, കസാര, മേശാകം തുടങ്ങി ഒരു ഡംപിംഗ് യാർഡ് പോലെയാണ് ഈ ഒരു കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്രയും വലിയ രീതിയിലുള്ള തീപിടുത്തം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയതും, അല്ലെങ്കിൽ അങ്ങനെ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇത് മരിച്ചതിൽ ആരാണ് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് നമുക്കിനി വേണ്ടതും. ഈ മരണം അത് അസീസ് തന്നെയാണോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നതും. അതിനുള്ള പരിശോധനയിലാണ് പോലീസ് സൂചിപ്പിച്ച പോലെ കുടുംബാംഗങ്ങൾ, ബന്ധപ്പെട്ടവരൊക്കെ, ബന്ധുക്കളൊക്കെ അവിടെ എത്തിയെന്ന് പറയുമ്പോഴും അവർ പറയുന്നുണ്ടോ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും മാനസിക വിഷമത്തിലായിരുന്നു അദ്ദേഹം? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അസീസ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. മാത്രമല്ല മന്ത്രിയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. തന്നോടും ഇത്തരത്തിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് വിളിച്ചിരുന്നപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. താൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ മന്ത്രിയോടും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മനോവിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം നിലവിൽ ഇപ്പോൾ ഈ കോളേജ് ഇപ്പോൾ ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കടബാധ്യതകളുണ്ട്. മാത്രമല്ല അദ്ദേഹം അടുപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള വ്യക്തമായ കാരണം ഇപ്പോൾ പോലീസും പറയുന്നില്ല. പക്ഷേ ഈ കുടുംബത്തോട് കുറച്ചു കാലം അദ്ദേഹം അകന്നാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അടുത്ത ചില ബന്ധുക്കൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പുള്ളിക്ക് അങ്ങനെ കടബാധ്യതകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയാൻ പറ്റുന്നില്ല. കുടുംബമായിട്ട് സംസാരിച്ചതിന് ശേഷം പറയാൻ പറ്റില്ല. ഞാൻ കൊല്ലത്തുനിന്ന് ഓടി വന്നതല്ലേ. കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണെന്ന് തിരക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബം ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. എത്തിയതിനു ശേഷമാകും പോലീസ് കൂടുതൽ വിവരശേഖരണം നടത്തി തുടർ നടപടിയിലേക്ക് പോവുക. ഇപ്പോഴും ഇവിടെ ഈ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ സ്നിഫിംഗ് ഡോഗ് മിയ ഇവിടെ ചുറ്റും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോഴും ഈ ദുരൂഹത സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു തീപിടുത്തമുണ്ടായി, എല്ലാം വലിയ രീതിയിലുള്ള ആളിക്കത്തിലുണ്ടായതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ പുക ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഈ കോളേജ് നിൽക്കുന്നത് ഒരൊറ്റപ്പെട്ട സ്ഥലത്താണോ? സമീപത്ത് വീടുകളോ കെട്ടിടങ്ങളോ അങ്ങനെ വാസയോഗ്യമായ സ്ഥലങ്ങളോ തന്നെയാണോ ഈ കോളേജിന് ചുറ്റുപാടും? ഇതൊരു അല്പം ഉയർന്ന പ്രദേശത്താണ് ഈ കോളേജ് ഉള്ളത് എന്നുള്ളതാണ്. ഇത് സമീപ പ്രദേശങ്ങളിൽ വീടോ മറ്റ് കെട്ടിടങ്ങളോ ഒന്നുമില്ല. ഇത് ഈ മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് കയറി വന്നാൽ മാത്രമേ ഈ ഒരു കോളേജിന്റെ അകത്തേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചുറ്റും ചെറിയ രീതിയിൽ കാട് പിടിച്ച ഒരു സ്ഥലമാണ്. അടുത്തൊന്നും വീടുകളൊന്നുമില്ല. നല്ല താഴേക്ക് വന്നാൽ മാത്രമാണ് വീടുകളൊക്കെ ഉള്ളത്. മുല്ലശ്ശേരി എന്നുള്ളതാണ് ഈ കറക്റ്റ് സ്ഥലത്തിന്റെ പേര്. പക്ഷേ ഇദ്ദേഹം ഇവിടെ സ്ഥിരം വന്നു പോകാറുണ്ട്. ഇന്നലെയും അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മരിച്ചത് ഈ മുഹമ്മദ് അസീസ് താഹ എന്ന ഈ PA അസീസ് കോളേജിന്റെ ഉടമ തന്നെയാവാനുള്ള സാധ്യതകൾ. അത് പോലീസ് ആ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യം അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെരുപ്പ്, ഫോണ്, കണ്ണട, പിന്നെ അദ്ദേഹത്തിന്റെ വാഹനം, ഇത്രയും കാര്യങ്ങളാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുള്ളതും. ഇപ്പോൾ എന്തായാലും പോലീസ് പരിശോധന, ഈ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇവിടെ നടക്കുകയാണ്. നേരത്തെ ഫോറൻസിക് സംഘവും ഇവിടെ പരിശോധന നടത്തിയിരുന്നു. രാവിലെ ഇവിടെ എത്തിയ ഇവിടുത്തെ ജീവനക്കാരിയാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് കണ്ടതും പിന്നീട്
ഇവിടെ വന്ന് നോക്കുന്നതും അത് ഈ ഒരു മൃതദേഹം കിടക്കുന്നത് കണ്ടതും തുടർന്ന് പോലീസിനെ വിവരം അറിയുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മറ്റു നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. നേരത്തെ നെടുമങ്ങാട് ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നെടുമങ്ങാട് സിഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴിവിടെ ഈ പരിശോധന നടക്കുന്നത്. കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്ഥലത്ത് ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. ഐഷൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.